ഹായ്. അപ്പം ഞാൻ കൊടകൽ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസി അവരോടൊക്കെല്ലാം മിണ്ടാൻ വേണ്ടി പോയതാണ് രാവിലെ തന്നെ. അപ്പോൾ അമ്മ പൊന്നമ്മ അങ്ങ് ഏട്ടൻ്റെ അടുത്തല്ലേ ഉള്ളേ, മൂത്ത ഏട്ടൻ്റെ അടുക്ക. അപ്പോൾ അവിടെ പോവാൻ നോക്കലാന്ന്. അപ്പോൾ അതിലടക്കം ഒന്ന് ഇവരെല്ലാം ഒന്ന് കണ്ടു വേണ്ടിയിട്ട് പോവാച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് പൂക്കളെ ഇതെല്ലാം കുറെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറെ ട്രൈ ചെയ്ത് കൊണ്ടുപോയി പിടിപ്പിച്ചെല്ലാം നോക്കി, പക്ഷെ വരുന്നില്ല. അത് ഇവിടുത്തെ തണുപ്പിനെ വരുന്നുള്ളൂ. സ്കൂളിലല്ലേ ഇപ്പം പോക്ക് അല്ലേ? സ്കൂളിൽ പഠിക്കാനല്ലേ? നല്ല രസം കേട്ടോ യൂണിഫോം. 2 പ്രാവശ്യം പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞു അവർക്ക് എന്താ ചെലവ് ചെയ്യണം. പോയിട്ട് വാ. കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ട് കേട്ടോ പുള്ളി. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. നല്ല തണുപ്പാണ്. എന്താ ഇപ്പൊ രാവിലെ 7:30 മണിയാത്ര. നമുക്ക് നല്ല തണുപ്പാ, നിങ്ങൾക്ക് തണുപ്പ് തോന്നൂല അല്ലമ്മേ? ഇല്ല, അങ്ങനെ ഇവിടെ വന്ന് ശീലായിട്ട് ഇപ്പൊ നമ്മളെ നാട് പോലെ തന്നെ ആയില്ലേ എനക്ക്. അതുകൊണ്ട് എനിക്ക് തണുപ്പേ തോന്നില്ല. അപ്പൊ ഞാൻ ആരായി ഇതിക്ക് എനിക്കെങ്കിലും ചെറുങ്ങനെ കുറച്ചുണ്ട്. ഇത് വെച്ചാല് നമ്മളെ നാട്ടിൽ തീരില്ലാത്തോണ്ട് നമുക്ക് അതങ്ങനെ തോന്നിയായിരിക്കും അല്ലെ? ഇങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മള് പോയിട്ട് വരാം. അങ്ങനെ മക്കള് പുറപ്പെട്ടല്ലേ, എപ്പ എനിച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട്. എന്റെ കുട്ടികൾ നേരത്തെ വരൂ, നേരത്തെ പോവൂ. അതില്ല നമ്മക്കറിയില്ലേ, നമ്മളെ കുട്ടികള് നമുക്ക് ആദ്യത്തെ പോലെ 2 കുട്ടികളായി കഴിഞ്ഞാൽ അവരത് മണിയേട്ടാ നാട്ടിലേക്ക് വരും നമ്മളപ്പുറം. സമയമാക്കിട്ട് വരാം. ഞാള് എന്നാല് നാട്ടിലേക്ക് പോയിട്ട് വരാം. അരസി കട്ടയ്ക്ക് പോകാനായിട്ട് അമ്മയും വന്നു. നല്ലതായി എനക്ക് കാണാനല്ലേ, പോയി കണ്ടിട്ട് വന്നു. അപ്പൊ അങ്ങനെ നമുക്ക് പോവാ. പോയിട്ട് അങ്ങ് ദൂരം എത്തണ്ടല്ലേ, അതുകൊണ്ട് രാവിലെ തന്നെ പുറപ്പെട്ടു. പോയിട്ട് വരാമോ? അതെ അമ്മ, ഞാളെന്നാല് ഇപ്പൊ പോയിട്ട് പിന്നെ വരാട്ടോ. ഇപ്പൊ പോയിട്ട് പിന്നെ വരാണ്ട് നിക്കരുതേ. വരാതിരുന്നാലേ എന്റെ പരാതി തീരുന്നല്ലേ? ഫോണിലാകും പറയാറുണ്ട്. ഹായ്. ഇവിടെ ഒരു കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ ഇത്രയും ആളെ ഒരുമിച്ച് കൂടി അല്ലേ? ഇവിടെ ഇതിന്റെ മേലേനും കല്യാണം 4 കൊല്ലായി അല്ലേ മണിയേട്ടാ? 4 കൊല്ലായി. കൊറോണ സമയത്ത്. അത് ഇവിടെ ഇപ്പൊ എല്ലാരും കാണുമ്പോൾ ഓർമ്മ വരുന്ന കേട്ടാ. നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങുമെന്ന്. നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നവംബർ 14 ശിശുദിനാണ്. ഇവിടെ എന്താ പരിപാടി ഉണ്ടോ ശിശുദിനത്തിന്? മക്കളെ ദിനാചരണം, ചിൽഡ്രൻസ് ഡേ. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ വരുന്ന കുറച്ച് ലേറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കാസർഗോഡുള്ള മിംസ് ഹോസ്പിറ്റലിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കണ്ണൂർ മിംസിലാണ് അമ്മേനെല്ലാം കാണിക്കലും അമ്മേൻ്റെ ഓപ്പറേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞെല്ലാം ആടുന്നതാണ്. അപ്പോൾ നമ്മൾ ആടിയാണ് അമ്മേനെ കാണിക്കൽ, കുട്ടീനെല്ലാം ഇവിടെ പ്രസവം നടന്നതെല്ലാം ആടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ കാസർഗോഡ് തുടങ്ങിയിട്ടുണ്ട് മിംസ്. അപ്പോൾ ആടൊരു പരിപാടി, അവർ ഇന്ന് ശിശുദിനത്തിന് കുട്ടികളെ വന്നൊരു പരിപാടി ഉണ്ട്. അതിൽ 10 മണിയാകുമ്പോൾ അവിടെ എത്തണം. അതിൽ പങ്കെടുക്കാനാണ് രാവിലെ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കെന്നാൽ ഇറങ്ങാം. പോയിട്ട് വരി. അടുത്ത പ്രാവശ്യം സൗകര്യം പോലെ നമുക്ക് കാണാം. ഓക്കെ പോയിട്ട് എന്റെ മക്കൾ പോയിട്ട് വരി. പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി വന്നിട്ട്? ഇന്ന് 20 ദിവസമായില്ല. അപ്പൊ എത്തി. അതിന്റെ മുന്നത്തെ ആഴ്ച 2 ആഴ്ച മത്തിന്. അതിന്റെ മുന്നത്തെ ആഴ്ച 2 ആഴ്ച മത്തിന്. ഓക്കെ. അടുത്ത ആഴ്ച നമ്മൾ വരുന്നുണ്ട്. പിന്നെ വരുന്ന ആഴ്ച വരണം. അത്ര പോയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരോട് യാത്രയും പറഞ്ഞ് മടിക്കേരി ടൗണിലേക്ക് വരുമെന്ന്. നല്ല മഞ്ഞിൽ മൂടിയിട്ടുണ്ട്, പക്ഷെ നമ്മളെ ഈ ക്യാമറയിൽ കാണുന്നില്ല. മഞ്ഞിൽ ഇങ്ങനെ മൂടിയിട്ടുണ്ട്, ദൂരെല്ലാം ഇങ്ങനെ വെളുത്തിട്ട്. അങ്ങനെ നമ്മൾ മടിക്കേരി ടൗണിലേക്ക് കയറുമെന്ന്. മാംഗ്ലൂര് നമ്മൾ എങ്ങോട്ടാ വ്യൂ പോണ്ടേ? നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സുള്ളിലേക്ക് ഇങ്ങനെ പോകുന്നത്. നല്ല റോഡ് അങ്ങനെ ഇങ്ങത്തോളം ഇറക്കാണ്. മടിക്കേരി അത്രയും ഹൈറ്റ് ലെവലിലാണ് കേട്ടോ മടിക്കേരി. നമ്മൾ സുള്ളി കഴിഞ്ഞിട്ട് ബന്തെടുക്ക വയ്യ കാസർഗോഡൊക്കെ പോകുന്നേ. ചെറിയ റോഡ്, പക്ഷെ നല്ല റോഡാണ്, നല്ല റോഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കാസർഗോഡും കണ്ണൂരും എല്ലാം ഒരേപോലെ തന്നെ ഉള്ള കേട്ടാ. അതേപോലെ തന്നെ ഉണ്ട് കേട്ടത്. അപ്പോൾ നമ്മളെ അമ്മക്ക് ഹാർട്ടിന് സർജറി നമ്മൾ കണ്ണൂർ മിംസിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേ പുതിയ ആധുനിക രീതിയിലുള്ള ചികിത്സാ രീതികൾ വന്നു. അന്ന് നമ്മൾ ഓപ്പൺ ഹാർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളെ ലീനേജിക്ക് ഒരു ചെറിയൊരു
പെട്ടെന്നൊരു കൈൻ്റെ ഒരു തെരിപ്പും കാര്യങ്ങളായിട്ട് ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ചേച്ചിക്ക് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കാര്യമെല്ലാം പറഞ്ഞു. അത് ഹാർട്ടിൻ്റെ ഇത് തന്നെയാണ്. അത് നോക്കുമ്പോഴേക്ക് വേറെ രീതിയിലാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ ചികിത്സാ രീതികൾ വരുമെന്ന്. കണ്ണൂരിലെ കുറേ പുതിയ രീതിയിലെ കമ്പ്യൂട്ടർ ഇതിലെ ചികിത്സാ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാസർഗോഡ് പുതിയതായിട്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞാൽ, അപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് ഉള്ളവർക്കെല്ലാം നമ്മുടെ നാട്ടിലേക്ക് എത്താനുള്ള ഇതും ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റൽ വരുമ്പോൾ ഇവർക്ക് ഇതായിരിക്കും, സൗകര്യമായിരിക്കും. അങ്ങോട്ട് മംഗലാപുരം ഇങ്ങനെയുള്ള സൗകര്യമുള്ളവർക്കെല്ലാം വരാൻ പറ്റുന്ന ഇതായിരിക്കും. മിംസ് പറഞ്ഞാൽ എല്ലാ ടെക്നോളജിയും പരിപാടിയിലും ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം ചികിത്സാ രീതികളുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ പോയിട്ട് ചോദിച്ചറിയാം. ഇത് ഇനാഗ്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ക്ഷണിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്, ഇപ്പോൾ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നു. നമുക്കിവിടെ എന്തെല്ലാം ചികിത്സാ രീതികളുണ്ടെന്ന് കാര്യങ്ങളെല്ലാം ഡോക്ടറും പരിപാടിയെല്ലാം എങ്ങനെയാണെന്ന് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നെല്ലാം ഒന്ന് കയറിയിട്ട് കാണാം. ഹായ്. ഹലോ. ഹായ്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലെ വിട്ടോ അവിടുന്ന്? നമ്മളെ രാവിലെ വിട്ടു. വ്ളോഗിലെ ഉള്ളേട്ടാ. ഹായ് ഡോക്ടർ. ഹായ്. കെയിൽ ബ്രോ, വെൽക്കം ടു അവർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ ചേർക്കല ഭാഗത്ത് 264 ബെഡുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും എക്യുപ്മെൻറ്റ്സും നമുക്ക് ഈ ഹോസ്പിറ്റലിലുണ്ട്. ഇതൊരു ICU, PICU, NICU എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലാണ്. സോ ഫസ്റ്റ് തിങ് എനിക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യണം. പ്ലീസ് കം ടു ദ ഹോസ്പിറ്റൽ ആൻഡ് അവൈൽ അവർ സർവീസസ്. താങ്ക് യു. ഹരിബ്രോ എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത സുഹൃത്താണ് കേട്ടോ, അതാണ് ഇത്ര കംഫർട്ടായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാസർഗോഡ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് പോയി കാണാം. ഇത് ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഫെസിലിറ്റിയും ഓളും എല്ലാം ഉണ്ട്, നമുക്ക് വന്നിട്ട് എടുക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എടുക്കാം. നിങ്ങൾ ഉണ്ടാവുമല്ലോ? ശരി, ഓക്കെ. ഓ ആയിക്കോട്ടെ. വൈഫെല്ലാം അടി ഉണ്ട്, അമ്മയെല്ലാം ഉണ്ട്, വന്നിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ ശരി. ഹായ്, എന്തല്ല എവിടെയാ സ്ഥലം? എവിടെ? കാസർഗോഡ് ഭാഗത്ത് തന്നെയാ? ഓ ശരി. നമ്മൾ നിങ്ങളെ ഹോസ്പിറ്റലൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കണ്ടിട്ട് വരട്ടെ? ശരി, കാണാം. നമുക്ക് ഗൈനക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം. അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണുള്ളത് നമുക്കൊന്ന് കാണാം. ഗൈനക് ഡിപ്പാർട്ട്മെന്റിലത്തെ ഡോക്ടേഴ്സാണ്. ഡോക്ടർ ഹായ്. വിദ്യാ നമ്പ്യാർ, ദീപ, അൻവിത. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എല്ലാ തരത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്രാഞ്ചസും ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നോർമൽ ഡെലിവറി ആസ് വെൽ ആസ് കോംപ്ലിക്കേറ്റഡ് ഡെലിവറീസ് കണ്ടക്ട് ചെയ്യാം, പെയിൻലെസ് ഡെലിവറീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, പിന്നെ ലാപ്രോസ്കോപ്പിക് സർജറീസ് ചെയ്യാൻ പറ്റും. എല്ലാ ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജറീസും ഇവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ഗൈനക് ഓങ്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ഓങ്കോ കേസസ്, ഗൈനക് റിലേറ്റഡ് ഓങ്കോ കേസസ് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ കോസ്മെറ്റിക് ഗൈനക്കോളജി പ്രൊസീജിയേഴ്സ് കുറേയെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. ഇതൊന്ന് മലയാളം മാത്രം, കന്നഡ നന്നായിട്ട് സംസാരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കന്നഡ നന്നായിട്ട് അറിയാം. എനിക്കല്ല, വൈഫിനാണ്. വൈഫ് വന്നിട്ടില്ല. നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ മൊത്തം പരിചയപ്പെടാൻ വെച്ചാൽ അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തു കൂടിയാണ്. പെയിൻലെസ് ഡെലിവറി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ 24 hours പീഡിയാട്രിഷ്യൻ മാത്രമല്ല, നിയോനറ്റോളജിസ്റ്റിൻ്റെ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ. പെയിൻലെസ് എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിൽ അങ്ങനെ നടുവിനൊരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് വലിയ വേദന ഇല്ലാതെ കേട്ടിട്ടുണ്ട്. ഓക്കെ. 24 hours നിയോനറ്റോളജിസ്റ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. നമ്മൾ കണ്ണൂർ അസ്റ്റർന്നേനും വൈഫ് പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം കയറിയിട്ടുള്ള ഇതെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭവ്യ ഡോക്ടർ. ഓ അറിയാം, നിങ്ങളെല്ലാവർക്കും അറിയിക്കല്ലോ അല്ലേ. അപ്പോൾ അന്നേരം അവിടെയാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ വീട്ടിലായിരിക്കും മിംസിലേക്ക് വരാം. നമ്മളെന്നാൽ ഇറങ്ങട്ടെ, കാണാം. അപ്പോൾ ഗൈനക്കോളജിൻ്റെ അടുത്ത് പോയി. ഇനി എങ്ങോട്ടേക്കാ? ഇനി നമ്മൾ നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇതാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ. വെൽക്കം. നമ്മളിവിടെ വെച്ച് ട്രയൽസിൽ വെച്ച് നമ്മൾ പേഷ്യൻ്റെ സീരിയസ്നെസ് അനുസരിച്ചിട്ട് പേഷ്യൻ്റെ വിവിധ സോണുകളിലേക്ക് മാറ്റും. ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത്
റീസസ്റ്റേഷൻ ഏരിയ എന്ന് പറയും. നമ്മളിപ്പോൾ കാർഡിയക് അറസ്റ്റ് അങ്ങനെ അതീവ ഗുരുതരമായ ആളുകളെ വന്ന ഉടനെ തന്നെ നമുക്ക് ചികിത്സിക്കാനുള്ള സെറ്റിങ്സും അതിനുള്ള എല്ലാ എക്യുപ്മെൻസും ഇവിടെ തന്നെയുണ്ട്. നമുക്ക് സ്പെഷ്യൽ ബോക്സസ് ഉണ്ട്, അതിനകത്ത് മെഡിസിൻസും എല്ലാം അതിനകത്ത് തന്നെ കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഗുരുതരമായ രോഗികളെ പല സോണിലായിട്ട് തിരിച്ചു. ഏറ്റവും ഗുരുതരമായ രോഗികളുള്ള ആൾക്കാരുടെ റെഡ് സോൺ, അങ്ങനെ ഈ ആദ്യത്തെ ബെഡ്സ് അതെല്ലാം മോണിറ്റേർഡ് ആണ്. എല്ലാ എക്യുപ്മെൻസും നമുക്കുണ്ട്. ഏറ്റവും ആധുനികമായിട്ടുള്ള എക്യുപ്മെൻസാണ് നമ്മുടെ അടുത്തുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് അത്ര ഗുരുതരമല്ലാത്ത ആൾക്കാരെ നമ്മൾ യെല്ലോ സോണിലേക്ക്, അപ്പോൾ അതിൽ യെല്ലോ ബെഡ് ഉണ്ട്. അവിടെയും നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യമുള്ള സാധനമുണ്ട്. അതേപോലെ നമുക്ക് ഗ്രീൻ ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പീഡിയാട്രിക് സോൺ ഉണ്ട്. ഇങ്ങനെ വിവിധ രോഗങ്ങളനുസരിച്ചിട്ട് നമ്മൾ വേർതിരിച്ച് പല സ്ഥലത്തായിട്ട് നമ്മൾ കിടത്തിയിട്ടാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ICU ഉണ്ട്. അത് കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗകര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിലുള്ള ഡോക്ടേഴ്സും എല്ലാവരും എമർജൻസി മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്ത് PG എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ MBBS ഡോക്ടേഴ്സ് മാത്രമല്ല. എല്ലാ സമയത്തും 24 മണിക്കൂറും എമർജൻസി ഫിസിഷ്യൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സിസ്റ്റമാണുള്ളത്. നമുക്കതിൻ്റെ ഒരു ICU ഉണ്ട്. അതും ഇതേപോലെ സാധാരണഗതിയിൽ ഏത് ICUവിലും കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള തരത്തിലുള്ള ICU ആണ്. അപ്പോൾ ഇതിലും വെന്റിലേറ്റർ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഒരു മൊത്തത്തിലൊരു ഘടന. ഇത് ജനറൽ മെഡിസിൻ ഏരിയ ആണ്. നമുക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൂടി പോകാം. കുറച്ച് പ്രകാശമായി ജീവിക്കാം. ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഏരിയ അല്ലേ? ഇത് ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഏരിയ ആണ്. ഇത് എക്സ്റേ ഏരിയ ആണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണിത്. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ന് ശിശുദിനമായതുകൊണ്ട് അവിടെ കുട്ടികളൊരു പ്രോഗ്രാം ഉണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു അംഗൻവാടി ഉണ്ട്. അംഗൻവാടിയിലെ ചെറിയ കുട്ടികൾ വന്നിട്ടുണ്ട്. 25 കുട്ടികൾ. ഒരു ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ. നമുക്കൊന്ന് അവിടെ പോയി കാണാം. ഇവിടെ ഹോസ്പിറ്റലിൽ എല്ലാ ഭാഗത്തും തന്നെ കൂട്ടിക്കൊണ്ട് പോയി. ഇത് എത്ര നിലയുള്ള? 6 നിലയുള്ള ഹോസ്പിറ്റലാണ്. 264 ബെഡാണുള്ളത് ഈ ഹോസ്പിറ്റലിൽ. നമുക്ക് എല്ലായിടത്തും പോകണ്ടേ? ഇന്ന് ഇവരെയും കൂട്ടി പോയാൽ എല്ലായിടത്തും കുറേ നടക്കുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് പോയത്. ഹായ്. കണ്ണൂരാ? കൂത്തറമ്പാ? ഹായ് 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 ഹായ്. ആ പഞ്ചായത്ത് മെമ്പർ. ഇതേ സ്ഥലം നോക്കാം പറഞ്ഞേ? 15 വാർഡ് ചെങ്കള ഗ്രാമപഞ്ചായത്ത്. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഫ്ലോറിലുള്ളത്? ന്യൂറോ സർജറി, ന്യൂറോളജി, ജനറൽ സർജറി, പിന്നെ ഉള്ളത് ഓങ്കോളജി ഉണ്ട്, ENT ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. പിന്നെ കാർഡിയോളജി ആ സൈഡ് വരും. കാർഡിയോളജി അപ്പുറത്തെ ആ സൈഡാണ് കാർഡിയോളജി വരുന്നത്. പിന്നെ പീഡിയാട്രിക്, ന്യൂനോറ്റോളജി. ശരി ശരി. അടുത്തായിട്ട് നമുക്ക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. ഡോക്ടർ സാജിദ് ക്രിട്ടിക്കൽ കെയറിൻ്റെ HOD ആണ്. ഹായ്, എൻ്റെ പേര് ഡോക്ടർ സാജിദ്. ഞാൻ ഇവിടുത്തെ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ്. എൻ്റെ കൂടെ ഡോക്ടർ ജെമ്മി ഉണ്ട്, ഇൻറ്റൻസീവ് കെയർ കൺസൾട്ടൻറ്റ്. പിന്നെ ഞങ്ങൾ ഹെഡ് നഴ്സസ് ഉണ്ട്. സോ ബേസിക്കലി ഇതൊരു 26 ബെഡഡ് മൾട്ടി സ്പെഷ്യാലിറ്റി മൾട്ടി ഡിസിപ്ലിനറി ICU ആണ്. വേറെ നമ്മൾ എല്ലാ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സിലെ പേഷ്യൻസിനും കെയർ കൊടുക്കുന്നു. ഇൻറ്റൻസീവ് കെയറിൽ ട്രെയിൻഡ് ആയിട്ടുള്ള 9 മെമ്പർ ടീം ഓഫ് ഡോക്ടേഴ്സാണ് ഈ ഒരു ICU മാൻ ചെയ്യുന്നത്, ഈ ഒരു ICU റൺ ചെയ്യുന്നത്. 24 hours 7 days a week, 24 മണിക്കൂറും 7 ദിവസവും ഫുൾ ടൈം ഇൻറ്റൻസീവ് കെയർ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ സർവീസസ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ എല്ലാതരം പേഷ്യൻസിനെയും റിസീവ് ചെയ്യുന്നു, ആപ്റ്റ് കെയർ കൊടുക്കുന്നു ആൻഡ് നന്നാക്കി എടുക്കുന്നു. കാസർഗോഡ് ആദ്യത്തെ പീഡിയാട്രിക് ICU ആണ്. ലെവൽ 3 ICU ആണ്. കുട്ടികളുടെ അത്യാഹിത വിഭാഗമാണ്. ഇവിടെ ഒരുവിധ എല്ലാ അസുഖങ്ങൾക്കുള്ള വെന്റിലേറ്റർ, അത്യാധുനിക ഇൻ്റർനാഷണൽ വെന്റിലേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്.
ഇത് പീഡിയാട്രിക് വാർഡാണ്. നല്ല കുട്ടികളെ ഹായ്, എൻ്റെ പേര് ഡോക്ടർ ഉദയ് ശ്രീനിവാസ്. ഞാൻ ഇവിടുത്തെ കൺസൾട്ടൻറ്റ് നിയോനെറ്റോളജിസ്റ്റ് ആൻഡ് പീഡിയാട്രിഷ്യനാണ്. നമുക്കിവിടെ 24/7 അവൈലബിൾ ആയിട്ടുള്ള പീഡിയാട്രിക് ആൻഡ് നിയോനെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഏത് രീതിയിലുള്ള പീഡിയാട്രിക് എമർജൻസീസും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ICU കെയറും പ്രീ ടേം ഡെലിവറീസ് വന്നു കഴിഞ്ഞാൽ, പ്രീ ടേം അതായത് മാസക്കുറവുള്ള കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന NICU കെയറും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഡയാലിസിസ് യൂണിറ്റാണ്. നമുക്ക് 15 ബെഡാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വന്നുകൊണ്ട് ഋഷിക്കിനെയും കാണിച്ചു. വീട്ടില് മക്കള് പറയാൻ ഒന്ന് കൂട്ടിട്ട് വരുക അച്ഛാന്ന്. ഞാൻ പറഞ്ഞു കൂട്ടിട്ട് വരായിരുന്നു. അപ്പൊ സ്കൂളില്ലേ വീട്ടിലേക്ക് രണ്ടുപേരാ. നിങ്ങൾ വന്നില്ല, വന്ന വഴിക്ക് തന്നെയാണ് എന്റെ വീട്, റോഡ് സൈഡിൽ തന്നെയാണ്. അത് കുണ്ടംകുഴി എന്ന് പറയും. പോവാ നമുക്ക്. ഈടെ എത്തുന്നവരെ ഇവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആടെ നീടി എത്തി നോക്കുമ്പോൾ ചെറിയൊരു കണ്ണില് വെള്ളം വരുന്നത്. അതെ, ചെറുങ്ങനെ ഒരു തണുപ്പിന്റെ ചായ വരുന്നുണ്ട്. ഇവിടെ തന്നെ ഡോക്ടറെ കാണിച്ചു. അതെ, ഇവനെ കാണിക്കുമ്പോ ഇവനെയും കാണിച്ചു. അപ്പൊ ഇവന് വേറെ മരുന്നൊന്നും വേണ്ട, അവന് മൂക്കിലുത്തിച്ചാലും മതിയായിരുന്നു. അനുഭവം നമ്മൾ ഇന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കാസർഗോഡിലെ ആസ്ട്രോമിംസിൽ വന്ന് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വിളിച്ച് വന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇതിന്റെ ഇനാഗ്രേഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വരാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് കാസർഗോഡ് നമ്മൾ ഇത് വന്നുകൊണ്ട് ഇരുട്ടി ഇങ്ങോട്ട് വന്നു. കാസർഗോഡ് ഇങ്ങോട്ടുള്ളവർക്കെല്ലാം ഈ ഒരു ആശുപത്രിയുടെ സേവനം ലഭ്യമാകട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് പുതിയ വിശേഷമായിട്ട് നാളെ വരാം.